ഇപ്പൊ ജൂണിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നു, പഠിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ പ്രോട്ടോടൈപ്പിൽ ചേരാമെന്ന്. ഒരു 3-4 മാസം കുറച്ചൊന്ന് ആലോചിക്കാം എന്ന് വിചാരിച്ച് ആലോചിച്ച് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഇനിയെങ്കിൽ പോയി പഠിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ ബാച്ച് ആ സമയത്ത് ഉണ്ടാവും. നമ്മുടെ പ്രോട്ടോടൈപ്പിലെ ബാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആ ഒരു മാസം മാത്രമല്ല, എല്ലാ മന്തിലും ബാച്ചുകൾ പോകുന്നുണ്ടാവും നമുക്ക്. ഓ അത് ശരി. പക്ഷേ സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും, പക്ഷെ മന്ത്ലി ബാച്ചുകൾ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏത് മാസം വേണമെങ്കിലും തുടങ്ങാനുള്ള അവസരമുണ്ട്. അത് ഞങ്ങൾക്കൊരു എളുപ്പമാണ്. എന്ന് വെച്ചാൽ പ്ലേസ്മെന്റ് ഒരുമിച്ചല്ല വരിക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ജൂണിൽ തുടങ്ങി എല്ലാവരും മെയിൽ വന്ന് അവസാനിക്കും. അപ്പൊ എല്ലാവരും പ്ലേസ്മെന്റ് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. അതിന് പകരം ബാച്ചുകൾ പല പല മന്തിലായി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻഡിങ് പല ടൈമിലായിരിക്കും. അപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക എന്നുള്ള ഈസി ആയിട്ട് വരുന്നത് അവകാശമുണ്ട് അല്ലെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളിപ്പോഴത്തെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു +2 കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് പോവാണ്. എവിടെയെങ്കിലും പോവാ, UK പോവാ, USA പോവാ, എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ്. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ഇവിടെ കുറയുന്നു. ഈ കോഴ്സൊന്നും പഠിക്കാൻ കുട്ടികൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടോ? കുറച്ച് മുന്നേ കാലം വരെ വിദേശത്ത് പോവുക, പെട്ടെന്ന് ജോലി കിട്ടുക, ഭയങ്കര സാലറി കിട്ടുക, ഭയങ്കര ലൈഫ് സെറ്റ് ആവുക, ഇത് ഭയങ്കര എക്സാമ്പിൾ വെച്ചിട്ട് ഒരുപാട് പേര് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ UK, കാനഡ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് അവിടെ നമ്മളെ കൊണ്ട് ക്രൗഡ് കൂടിയിരിക്കുകയാണ്, ഇന്ത്യക്കാരെ കൊണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ജോലി കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വാഴ 2 മൂവി കണ്ടിട്ടില്ലേ, അതിലൊരു അവസ്ഥ ഉണ്ടല്ലോ. അതാണ് ഇപ്പൊ ഇന്ന് നാട്ടിൽ നിന്ന് പോണ ചെറുപ്പക്കാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ. അപ്പൊ നമ്മൾ പറയണെന്ന് വെച്ചാല് അവിടെ പോയാലും ഇവിടെ നിന്നാലും ഒരു സ്കില്ല് അറിയണം. ഈസി സ്കില്ലുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാളെ കെയർ ഹോമിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വർക്ക്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുക. ഇതാർക്കും ഇന്ന് പഠിക്കാൻ പറ്റിയ സ്കില്ലാണ് അല്ലേ? അവിടെ നമ്മളെ നാളെ എന്ന് വേണേലും ആർക്കും റീപ്ലേസ് ചെയ്യാം ഈസി ആയിട്ട്. തീർച്ചയായിട്ടും ചെയ്യാം അല്ലേ? അപ്പൊ അങ്ങനത്തെ സ്കില്ലുകൾ ജോലി ചെയ്യുന്ന ഫോക്കസ് മാറ്റിയിട്ട് ഇച്ചിരി സ്കില്ലിന് പഠിക്കാൻ ഇച്ചിരി സമയം കൊടുക്കുന്ന സ്കില്ലുകളായി കഴിഞ്ഞാൽ ഈസി റീപ്ലേസബിൾ അല്ല. നമ്മളൊരു സ്കില്ലോട്ട് കയറി വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈസി ആയിട്ട് റീപ്ലേസ് ആവില്ല. അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പാടാണ്. നമുക്ക് നമ്മുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും എക്സ്പീരിയൻസിനനുസരിച്ച്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ നിൽക്കുകയാണ്, അയാൾ 5 വർഷം ഷോപ്പിൽ നിന്നിട്ട് വെച്ചാൽ അയാൾക്ക് 5 വർഷം എക്സ്പീരിയൻസ് ആയെന്ന് വെച്ചിട്ട് അയാൾക്ക് കൂടുതൽ സാലറി ഒരുപാട് കിട്ടുമൊന്നുമില്ലല്ലോ. ഇല്ല, അത് നോർമൽ ജോബുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പഠിക്കേണ്ട സ്കില്ലുകളാകുമ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറിയും കൂടിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ 40-50 കിട്ടിയ ആൾക്കാർ പിന്നെ 80, 1 lakhും 1.5ഉം 2ഉം 3 ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഇൻക്രീസും വേണം എന്നുണ്ടെങ്കിൽ, ഈസി റീപ്ലേസബിൾ അല്ലാതായി മാറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്കില്ലുകൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോവുകയാണ് നല്ലത്. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ വിദേശത്ത് പോകാലോ.